ഹരിതകർമ്മസേനയ്ക്ക് 70 രൂപയും കൊടുത്ത് അഴുക്കായ പ്ലാസ്റ്റിക്കൊക്കെ ഉണ്ടെങ്കിൽ കഴുകി വൃത്തിയാക്കി ഉണക്കി കൊടുത്താൽ മാത്രം എടുക്കുന്ന പ്ലാസ്റ്റിക്കുകളാണ് ഈ കാണുന്നത്. അതായത് മരട് മുനിസിപ്പാലിറ്റിയിലെ അധികാരികളുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും കെടുകാര്യസ്ഥതയാണ് ഈ കാണുന്നത്. ഇതുപോലെ റോഡിലേക്ക് വലിച്ചെറിയാനാണെങ്കിൽ ഞങ്ങൾക്ക് കഴിയില്ലേ? ഇവർക്ക് പൈസയും കൊടുത്ത് കളക്ട് ചെയ്യിപ്പിച്ചിട്ട് റോഡിൽ കൊണ്ടുവന്നിരിക്കണം. ഇത് കണ്ട, ഷെൽട്ടർ മൊത്തം നിറഞ്ഞ് തിങ്ങിയിട്ട് അത് റോഡിലേക്ക് ഇട്ടിരിക്കുകയാണ് കാണുന്നത്. അത് പട്ടി വലിച്ചു കീറി പുറത്ത് ചെയ്ത് കണ്ട എല്ലായിടത്തും പരന്ന് കിടക്കുകയാണ് ഈ കാണുന്നത്. കെടുകാര്യസ്ഥത മുഖമുദ്രയായിട്ടുള്ള അലങ്കാരമാക്കിയെടുത്തിട്ടുള്ള മരടിലെ ഉദ്യോഗസ്ഥന്മാരുടെ ഈ പ്രവൃത്തിയിലേക്ക് നോക്കിയിട്ട് വേണം നമ്മൾ ഉച്ചത്തിൽ മുദ്രാവാക്യം വിളിക്കാൻ. എൻ്റെ മരട്, ക്ലീൻ മരട്. ഇത് കുറേ അധികമാകുമ്പോൾ ഈ പ്ലാസ്റ്റിക്കുകൾക്കൊരു തീപിടുത്തമുണ്ട്. അത് തീ എവിടെ നിന്ന് വരുന്നത് എന്ന് ഒരു പിടുത്തം ഉണ്ടാവില്ല. ഫയർഫോഴ്സും മറ്റും വന്നിട്ടായിരിക്കും അണക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഇവിടെ നടക്കുന്ന സംഭവങ്ങളാണ്. ഇതൊക്കെ തന്നെയാണെങ്കിലും ഭരണം പൂർത്തിയാകുന്ന നേരത്ത് ഏതെങ്കിലും ഒരു മഞ്ഞപ്പത്രത്തിൻ്റെ അവാർഡ് ഉറപ്പുള്ള കാര്യമാണ്. നല്ല ഭരണസമിതിക്കുള്ള അല്ലെങ്കിൽ നല്ല ചെയർമാനുള്ള അവാർഡ് കേരള കൗമുദി പോലുള്ള മഞ്ഞപ്പത്രങ്ങളിൽ നിന്ന് ലഭിക്കും. അത് മതി നമുക്ക്, അത്രയും മതി. റോഡിൽ പരന്നു കിടക്കുന്ന ഈ പ്ലാസ്റ്റിക്കിലേക്ക് നോക്കിയിട്ട് നമുക്ക് ഒന്നുകൂടി ഉച്ചത്തിൽ വിളിക്കാം മുദ്രാവാക്യം: എൻ്റെ മരട്, ക്ലീൻ മരട്.